ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ വിഷ്ണുവിന്റെ മനസ്സിൽ മുഴുവൻ സത്യഭാമ ശാലിനിയെ കുറിച്ച് പറഞ്ഞ ആ വാക്കുകളായിരുന്നു. അതോടൊപ്പം ശാലിനിയെ വർഷങ്ങൾക്ക് ശേഷം താൻ കണ്ട ആ ഒരു മുഹൂർത്തത്തും വിഷ്ണുവിന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. വിഷ്ണു അതെല്ലാം ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ ആ ക്ഷേത്രത്തിലേക്ക് വന്നെത്തി. അവിടെ തന്റെ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം വിഷ്ണു വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ ക്ഷേത്രത്തിനകത്ത് നേരത്തെ തന്നെ എത്തിയ കമലൻ വിഷ്ണു പറഞ്ഞിട്ട് വാങ്ങി വെച്ചിരുന്ന ആ തേങ്ങ ഓരോന്നും എടുത്ത് അത് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കമലൻ ആലോചിച്ചു, അല്ല എന്തിനായിരിക്കും ആശാൻ ഇത്രയും തേങ്ങ വാങ്ങിക്കാൻ പറഞ്ഞത്, എന്തായിരിക്കും കാര്യം എന്നൊക്കെ കമലൻ എങ്ങനെ ആലോചിച്ച് തേങ്ങ ഇല എടുത്ത് വെറുതെ മാറി മാറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ വിഷ്ണു അരികിലേക്ക് എത്തി. ഉടനെ കമലൻ പറഞ്ഞു, ദേ ആശാനെ, ആശാൻ പറഞ്ഞ തേങ്ങ അതാ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും വിഷ്ണുവിന്റെ കയ്യിലേക്ക് ഒരു തേങ്ങ കൊടുത്തതും കമലൻ ചോദിച്ചു, എന്താ ആശാനെ, ഇന്ന് ഇത്രയും തേങ്ങ ഉടയ്ക്കാനായിട്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടോ ആശാനെ എന്ന് ചോദിച്ചതും കമലിനോട് വിഷ്ണു പറഞ്ഞു, ഉണ്ടടാ, വിശേഷമുണ്ട്. അപ്പോഴാണ് കമലൻ ചോദിച്ചത്, എന്ത് വിശേഷം ആശാനെ, അത് പറ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, അതെ, എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അത് നടക്കുന്നു. അതാണ് എന്നെ ഇത്രത്തോളം സന്തോഷവാനാക്കിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം അതൊന്ന് നീ ആലോചിച്ച് നോക്ക്, എന്താന്ന് മനസ്സിലാവും എന്ന് പറഞ്ഞതും ഉടനെ വീണ്ടും കമലം പറഞ്ഞു, എന്റെ ആശാനെ, അതൊന്നും എന്നെ കൊണ്ട് പറ്റിയ കാര്യമല്ല. ആലോചിക്കുക, ഓർത്തെടുക്കുക, ചിന്തിക്കുക, ഇതൊക്കെ എന്റെ ഈ തലയ്ക്ക് പറ്റിയ കാര്യമല്ല ആശാനെ. ആശാൻ കാര്യം പറയേ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, നീ ഒന്ന് ഓർത്തു നോക്കടാ, എന്തായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് കമലൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ഏട്ടാ, ആശാനെ, ആശാൻ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏട്ടത്തിയമ്മയെ കണ്ടോ ആശാനെ എന്ന് കമലൻ ചോദിച്ചു. അപ്പോഴേക്കും വിഷ്ണു ചിരിച്ചുകൊണ്ട് അതേടാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമലൻ ചോദിച്ചു, ആശാനെ പറയാ ആശാനെ, ഏട്ടത്തിയമ്മ എവിടെയുള്ളത്, എവിടെ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, എടാ, എങ്ങും തേടി പോകണ്ടടാ, ഇവിടെ തന്നെ ഉണ്ട്, അയാൾ ഇവിടെ തന്നെ ഉണ്ടടാ എന്ന് പറഞ്ഞപ്പോ കമലൻ പെട്ടെന്ന് ആ ക്ഷേത്രത്തിന് ചുറ്റും നോക്കി. അവിടെ വന്ന ആളുകളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ആശാനെ എവിടെയാ, ഇവിടെ എവിടെയാ, ഞാൻ കണ്ടില്ലല്ലോ എന്ന് വളരെ ആകാംക്ഷയോടെയുള്ള കമലന്റെ ചോദ്യം കേട്ട് വിഷ്ണു കമലിനെ ചേർത്ത് അരികിലേക്ക് നിർത്തിയിട്ട് പറഞ്ഞു, എടാ, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ നമ്മുടെ ഈ നാട്ടിലുണ്ടടാ, ഇവിടെ ഈ തിരുവനന്തപുരം ജില്ലയില് ഉണ്ടടാ, തിരുവനന്തപുരം ജില്ലാ കളക്ടറായി ശാലിനി ഈ നാട്ടിലുണ്ടടാ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ആകെ അതിശയമായി കമലിന്. സത്യമാണോ ആശാനെ, ആശാൻ പറഞ്ഞ സത്യമാണോ എന്ന് ചോദിച്ച് കമലൻ വിഷ്ണുവിന്റെ അരികിലേക്ക് വന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും കമലിനോട് വിഷ്ണു പറഞ്ഞു, അതേടാ, അതെ, അത് തന്നെയാ സത്യം എന്ന്. ആശാനെ, ഉടയ്ക്കാശാനെ, ഈ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ, ആശാന്റെ ഈ സങ്കടം ദൈവം കണ്ടല്ലോ, ആശാനെ ഉടയ്ക്കാശാനെ എന്ന് പറഞ്ഞ് ആ തേങ്ങ വിഷ്ണുവിനോട് ഉടയ്ക്കാനായി കമലൻ അറിയിച്ചു. അപ്പോഴേക്കും വിഷ്ണു മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ തനിക്കായി വാങ്ങിച്ചു വെച്ച കമലൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആ തേങ്ങകൾ ഓരോന്നും കയ്യിലെടുത്ത് വളരെ സന്തോഷത്തോടെ ഭഗവാന് മുന്നിൽ ആ നാളികേരം ഉടയ്ക്കണം. അങ്ങനെ ആ നാളികേരം ഓരോന്നും വിഷ്ണു വളരെയേറെ സന്തോഷത്തോടെ എറിഞ്ഞുടയ്ക്കുമ്പോൾ വിഷ്ണു ആ തേങ്ങ അവിടെ പൊട്ടിച്ചിതറുന്നതോടൊപ്പം വിഷ്ണുവിന്റെ മനസ്സിലെ ദുഃഖങ്ങൾ അതോടെ ഒഴിഞ്ഞു പോയതിന്റെ സന്തോഷം വിഷ്ണുവിന്റെ മുഖത്ത് പ്രകടമായി. ഭഗവാന്റെ മുന്നിൽ തന്റെ സന്തോഷം അറിയിക്കാനായി, തന്റെ നന്ദി അറിയിക്കാനായി വിഷ്ണു ആ നാളികേരം മുഴുവൻ ഉടച്ചു തീർന്നതിന് ശേഷം ഭഗവാന്റെ മുന്നിൽ വന്ന് തൊഴുകൈകളോടെ വിഷ്ണു നിന്നു. ഭഗവാനെ, എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ, 1000 കോടി നന്ദിയുണ്ട്. എന്റെ ശാലിനിയെ എന്റെ അരികിലേക്ക് എത്തിച്ചല്ലോ. ഇത്രയും നാളത്തെ എന്റെ കാത്തിരിപ്പിന്, എന്റെ സ്വപ്നങ്ങൾക്ക് അവിടുന്ന് അവസാനം എനിക്ക് എന്റെ പ്രാർത്ഥനയുടെ ഫലമായി എന്റെ ശാലിനിയെ എന്റെ അരികിലേക്ക് എത്തിച്ചല്ലോ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതും എല്ലാവരുടെയും ആഗ്രഹം പോലെ, എല്ലാവരുടെയും പ്രാർത്ഥന പോലെ ഈ ജില്ലയുടെ കളക്ടറായി തന്നെ ആ സ്വപ്നം നിറവേറ്റി തന്നല്ലോ ഭഗവാനെ. നീ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനി എല്ലാം ശുഭമായി അവസാനിക്കണം. എത്രയും വേഗം ശാലിനിയെ എന്റെ അരികിലേക്ക് നീ എത്തിക്കണേ ഭഗവാനെ എന്ന് ഭഗവാന്റെ മുന്നിൽ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനോട് നന്ദി പറഞ്ഞ് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ സുസ്മിത ആ ക്ഷേത്ര പരിസരത്തെ മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്ത് അവിടെ നിന്ന് ആ മാലിന്യത്തിന്റെ ദുർഗന്ധം മുഴുവൻ ശ്വസിച്ചതിന്റെ ബുദ്ധിമുട്ട് തന്റെ കാറിനരികിൽ വന്ന് എത്ര വൊമിറ്റ് ചെയ്തിട്ടും ഒന്നും തീരാതായത് വീണ്ടും വീണ്ടും അങ്ങനെ ഓക്കാനിച്ചു കൊണ്ടിരുന്നു. ഇത് കണ്ട ചന്ദ്രബോസ് ചോദിച്ചു, ഇനി മോളെ, നിന്റെ പുറം തടവണോ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസിനോട് സുസ്മിത പറഞ്ഞു, അതൊന്നും വേണ്ട,
ഒന്നും പുറത്തോട്ട് പോയില്ല എന്ന് സുസ്മിത പറഞ്ഞത് ചന്ദ്രബോസ് പറഞ്ഞു, എടി എങ്ങനെ പുറത്തേക്ക് പോകാനാണ്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടേ? നിന്റെ ഈ മനസ്സിന്റെ ഈ ചിന്താഗതിയാണ് മാറ്റേണ്ടത് എന്ന് പറഞ്ഞപ്പോ, മിണ്ടരുത് ചിറ്റപ്പൻ മിണ്ടരുത്. ഇത്രയും നേരം ആ കോളനിയിൽ പോയി വായും പൊളിച്ച് നിന്നില്ലേ, ഞാൻ ഓർത്ത് ചിറ്റപ്പനെങ്കിലും അല്പം നട്ടല് കാണുമെന്ന് എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് നേരെ സുസ്മിത തിരിഞ്ഞതും ചന്ദ്രബോസ് പറഞ്ഞു, എടി മോളെ ഞാൻ എന്ന് പറഞ്ഞു മിണ്ടരുത് എന്ന് പറഞ്ഞ് സുസ്മിത വീണ്ടും ഓക്കാനിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ചന്ദ്രബോസ് ആകെ വിഷമത്തോടെ സുസ്മിതയെ നോക്കി. ഉടനെ തന്നെ സുസ്മിത പറഞ്ഞു, എടി ഞാൻ എന്ത് ചെയ്യാനടി എന്ന് ചന്ദ്രബോസ് അന്വേഷിച്ചപ്പോ സുസ്മിത പറഞ്ഞു, അതെ ചിറ്റപ്പ, ആ കോളനിക്കാരുടെ മുന്നിൽ പല്ല് വിളിച്ച് അങ്ങനെ അത്രയും നേരം നോക്കി നിന്നില്ലേ, ചിറ്റപ്പന് പോലും അവരോടൊന്ന് എതിർത്ത് സംസാരിക്കാനോ സ്വന്തം പദവിയുടെ ആ അധികാരവും പവറും അവിടെ ഒന്ന് കാട്ടാൻ പോലും ചിറ്റപ്പന് പോലും കഴിഞ്ഞില്ലല്ലോ എന്ന് സുസ്മിത വിഷമത്തോടെ പറയുമ്പോ ചന്ദ്രബോസ് ചോദിച്ചു, എടി മോളെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ സുസ്മിത പറഞ്ഞു, ചിറ്റപ്പ ഈ വൊമിറ്റിംഗ് ഒന്ന് നിൽക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ തൽക്കാലം, അത് പറ. അപ്പോഴേക്കും എടി ശാലിനിയെ ഇവിടുന്ന് സ്ഥലം മാറ്റുന്ന കാര്യമല്ലേ, അവളെ തെറിപ്പിക്കുന്ന കാര്യമല്ലേ നീ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ സുസ്മിത പറഞ്ഞു, അതല്ല ചിറ്റപ്പ, എന്റെ ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടൊന്ന് മാറ്റിത്തരാൻ പറ്റുമോ, ഈ വൊമിറ്റിംഗ് ഒന്ന് നിർത്താൻ എന്താ വഴി എന്ന് ചോദിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു, എടി മോളെ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മനസ്സ് നന്നാവണം, എന്നാൽ മാത്രമേ ഇത്തരം ബുദ്ധിമുട്ടൊക്കെ മാറൂ. അല്പമെങ്കിലും മുതിർന്നവരോട് അല്പം ബഹുമാനമെങ്കിലും കാണിക്കണം എന്ന് പറഞ്ഞതും ഉടനെ സുസ്മിത പറഞ്ഞു, ഓ ശരി ശരി, ഞാൻ ബഹുമാനം കാണിച്ചോളാം എന്ന് പറഞ്ഞതും ചന്ദ്രബോസ് പറഞ്ഞു, ആ എന്നാ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞതും സുസ്മിത വീണ്ടും വൊമിറ്റ് ചെയ്യാനായി തിരിഞ്ഞു നിന്നു. അങ്ങനെ വീണ്ടും ഓക്കാനം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോ, അല്ല ഇതേ തീരണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് നന്നായിട്ടൊന്ന് കുളിക്കണം, എന്നിട്ട് നന്നായി ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. അല്ല നിന്റെ ഡ്രൈവർ എവിടെ പോയി, അവനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചതും പെട്ടെന്ന് ഡ്രൈവർ അവിടേക്ക് വന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോഴേക്കും ചന്ദ്രബോസ് ചോദിച്ചു, എടാ നീ അവിടെ നിൽക്കാതെ വണ്ടി എടുക്കടാ എന്ന് പറഞ്ഞതും, വണ്ടി എടുക്കാൻ സാർ, പക്ഷേ ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിരിക്കുന്ന ആ ജീപ്പ് ചൂണ്ടിക്കാട്ടി. അപ്പോഴേക്കും ചന്ദ്രബോസ് ചോദിച്ചു, മേയറുടെയും ACPയുടെയും കാറിന് മുന്നിൽ കൊണ്ടുവന്ന് വിലങ്ങനെയും വണ്ടി ഇടാൻ അത്ര ധൈര്യമുള്ളവൻ ആരാടാ എന്ന് ചന്ദ്രബോസ് ചോദിച്ചോളൂ. കമലനും വിഷ്ണുവും ആ ക്ഷേത്രത്തിന്റെ പടവ് കയറി എവിടേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാനാണ് സാറേ, എന്റെയാണ് എന്ന് വിഷ്ണു ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശബ്ദം കേട്ടെടുത്തേക്ക് ചന്ദ്രബോസും സുസ്മയും നോക്കുമ്പോൾ വിഷ്ണുവാണെന്ന് കണ്ടതോടെ അവരുടെ മുഖഭാഗം മാറി. പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് വിഷ്ണു അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ബോസാറെ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ എന്ന് ചന്ദ്രബോസിനോട് വിഷ്ണു ചോദിക്കുമ്പോ ആ നിമിഷം ചന്ദ്രബോസിന്റെ മനസ്സിലേക്ക് എത്തിയത്, അന്ന് താൻ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് അന്നത്തെ ദിവസം ശരിക്കും അവന് തക്കതായ ശിക്ഷ കൊടുക്കുമെന്നും അവനെ ഒരു കാരണവശാലും പുറത്തിറക്കാൻ താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് വിഷ്ണുവിനെ കൊണ്ടുപോയതും അതിനുശേഷം ശാലിനിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് അകമ്പടിയോടെ വിഷ്ണുവിന്റെ വീട്ടുപടിക്കൽ കൊണ്ടുപോയി വിഷ്ണുവിനെ വിടേണ്ടി വന്ന ആ ഒരു സാഹചര്യം ഓർത്ത് ചന്ദ്രബോസ് ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. അപ്പോഴേക്കും വിഷ്ണു അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ബോസാറ് കേട്ടില്ലേ, അത് എന്റെ വണ്ടിയാന്നാ ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും ചന്ദ്രബോസ് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, അത് പിന്നെ വിഷ്ണുമോനെ ഞാൻ എന്ന് പറഞ്ഞതും, അല്ല മേയറമ്മയ്ക്കും എന്നെ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചു. ഉടനെ വിഷ്ണു ചോദിച്ചു, ബോസാറിന് ഇതെന്താ പറ്റിയത്, ഞാൻ പറഞ്ഞപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ, ആകെ മുഖത്തൊക്കെ ഒരു വല്ലാത്തൊരു മാറ്റം, എന്താടാ നോക്കിക്കേ, ചന്ദ്രബോസിന്റെ ഒരു അവസ്ഥ കണ്ടില്ലേ, എന്താ പറ്റിയെന്ന് നോക്കിയേ, ബോസാറിനെ ഞാൻ ഇപ്പോഴും വീട്ടിൽ വന്നപ്പോ ഈ പേര് വിളിച്ച് സംസാരിച്ചതിലൊക്കെ ചിലർക്കൊക്കെ വല്ലാത്ത വിഷമവും അതൃപ്തിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ബോസാറിനോട് ഇനി അതുകൊണ്ട് അങ്ങനെ വിളിക്കണ്ടെന്ന് തീരുമാനിച്ചു. അല്ല സത്യം പറയാലോ, എനിക്ക് ഈ വേഷത്തോടെ വല്ലാത്ത ബഹുമാനമാണ് ഉള്ളത് കേട്ടോ, പക്ഷേ ഈ വേഷത്തിനുള്ളിൽ കയറിയിട്ട് കന്നന്തിരിവ് കാണിച്ചാലുണ്ടല്ലോ, ഈ വിഷ്ണു അതൊരിക്കലും പൊറുക്കില്ല, വിഷ്ണുവിന് അതൊരിക്കലും സഹിക്കാനും കഴിയില്ല, അതാണേ എന്ന് വിഷ്ണു ഇങ്ങനെ പറയുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു, എടാ മോനെ ഞാൻ എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് വളരെ സൗമ്യമായി ചന്ദ്രബോസ് സംസാരിച്ചു തുടങ്ങിയതും പെട്ടെന്ന് വിഷ്ണു ചോദിച്ചു, അല്ല ഇതെന്താ, ഈ സാറിന് ഇതെന്താ പറ്റിയത്, മുഖം ആകെ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തോ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ. ബോസാർ ഇങ്ങനെ ആവാൻ പാടില്ല, ഇതൊന്നും എന്റെ ബോസാറിന് ചെറിയ കാര്യങ്ങളല്ല, കാരണം ബോസാറെ സൽസ്വഭാവിയും സൽഗുണ സമ്പന്നനും തറവാടിയൊന്നും ആകാൻ പാടില്ലെന്നേ, അതൊന്നും വേണ്ട, ഞാനേ കണ്ടിട്ടുള്ള പോലെ ബോസാറിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ബോസാറ് ആ പഴയ ബോസാർ തന്നെയായി നിൽക്കണം, അതാ നല്ലത്. ബോസാറെ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ, ബോസാറ്
പരമ ചെറ്റയാണ്, തെമ്മാടിയാണ്, സർവോപരി കൂതറയാണ് എന്ന് പറഞ്ഞ് വിഷ്ണു ചന്ദ്രബോസിനെ മോശമാകുന്ന രീതിയിൽ സംസാരിച്ചു. ചന്ദ്രബോസ് അതെല്ലാം കേട്ട് സഹിച്ച് ക്ഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ എടാ എടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിന് നേരെ ചന്ദ്രബോസ് പാഞ്ഞെടുത്തതും വിഷ്ണു പെട്ടെന്ന് നോക്കി, കമല, എടാ മോനെ, നീ കേട്ടില്ലേ ഡാന്ന് എന്ന് പറഞ്ഞതും പെട്ടെന്ന് വിഷ്ണുവിനെ ഡാന്ന് വിളിച്ചതിൽ ചന്ദ്രബോസിന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. ചന്ദ്രബോസ് പെട്ടെന്ന് പറഞ്ഞു, എടാ ആ ഡായല്ല ഞാൻ പറഞ്ഞത്, ഇത് മറ്റേ ഡാ എന്ന് പറഞ്ഞു. ഏത് മറ്റേ ഡാ എന്നായി ചന്ദ്രബോസിനോടുള്ള വിഷ്ണുവിന്റെ ചോദ്യം. ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, അതെ, ഈ സുഹൃത്തുക്കൾ തമ്മിൽ വളരെ സ്നേഹത്തോടെ വിളിക്കില്ലേ ഡാ എന്ന്, ആ ഡായുടെ കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞു. വിഷ്ണു പെട്ടെന്ന്, ഓ ആ ഡാ, എന്താടാ എന്ന് പറഞ്ഞ് വേഗം ചന്ദ്രബോസിന്റെ നെഞ്ചത്ത് ഒരടി കൂടി വിഷ്ണു കൊടുത്തു. അപ്പോഴേക്കും ചന്ദ്രബോസിന് ആകെ ശൗര്യം കയറി. ചന്ദ്രബോസ് കലിയോടെ വിഷ്ണുവിനെ നോക്കുകയും തന്റെ കൈകൾ നന്നായി ഞെരിച്ചമർത്തുകയും ആ ദേഷ്യം മുഴുവൻ തന്റെ കയ്യിൽ അങ്ങനെ ഞെരിച്ചമർത്തിക്കൊണ്ട് ചന്ദ്രബോസ് കടിച്ചമർത്തി. അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത്, അതെ, ഈ സമയത്ത് ഞാൻ എന്ത് പറഞ്ഞാലും താൻ അത് കേൾക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിപ്പോ ഞാൻ മുട്ടിലിരിക്കാൻ പറഞ്ഞാൽ താൻ നിലത്ത് കിടന്നെഴയും. അതല്ല, ഇനി ചെരുപ്പെടുക്കാൻ പറഞ്ഞാൽ ആ ചെരുപ്പെടുത്ത് കടിച്ചു പിടിച്ച് 4 കാലെ എഴഞ്ഞ് പിന്നാലെ വരും. അതെനിക്കറിയാം, താൻ അങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് പറഞ്ഞതും സിവിൽ പോലീസ് ഓഫീസർമാരുൾപ്പെടെ ഈ യൂണിഫോം ഇടുന്ന എല്ലാ പോലീസ് ഓഫീസേഴ്സിനെയും സാക്ഷിയാക്കി ഞാൻ പറയുകയാണ്, ഈ യൂണിഫോമിന് ഒരു അപമാനമാണ് താൻ എന്ന് വിഷ്ണു ചന്ദ്രബോസിനെ ചൂണ്ടി പറയുന്നത് കേട്ട് ചന്ദ്രബോസ് ദേഷ്യത്തോടെ വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണു, നീ അതിര് കടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, അതിര് കടന്നാൽ താൻ എന്ത് ചെയ്യൂടോ? എന്താ, എന്നെ കസ്റ്റഡിയിൽ എടുക്കുവോ? അതോ എന്നെ ലോക്കപ്പിലിട്ട് അങ്ങ് ഉരുട്ടുവോ? അതോ നിങ്ങൾ എന്നെ കഴിവേറ്റി കളയുവോ എന്ന് വിഷ്ണു ചന്ദ്രബോസിനോട് ചോദിക്കുന്നു. താൻ ഒരു ചുക്കും ചെയ്യുന്നില്ല, താൻ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നുമില്ല, തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം താൻ എന്ത് ആക്ഷൻ എടുത്താലും, എന്ത് നടപടി എനിക്കെതിരെ എടുത്താലും അതിന് മറുപടി താൻ പറയേണ്ടി വരും എൻ്റെ ഭാര്യയുടെ മുന്നിൽ. അതുകൊണ്ട് താൻ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യുകയില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ല, ഇതിനോടകം താൻ എൻ്റെ ശാലിനിയുടെ മുന്നിൽ സല്യൂട്ട് ചെയ്തിട്ടുണ്ടാകുമല്ലോ അല്ലെ? എന്താ മേയറമ്മേ, സല്യൂട്ട് ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ സുസ്മിത മനസ്സിൽ പറഞ്ഞു, പിന്നെ അത് ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ച് അന്ന് ശാലിനി വന്ന ദിവസം സല്യൂട്ട് അടിച്ചതും പിന്നീട് ശാലിനിക്ക് എസ്കോർട്ട് വന്നപ്പോഴെല്ലാം ശാലിനിയെ നോക്കി സല്യൂട്ട് അടിച്ചുകൊണ്ട് നിന്ന ചന്ദ്രബോസിന്റെ മുഖം സുസ്മിത ആലോചിച്ചു. ഉടനെ വിഷ്ണു പറഞ്ഞു, ബോസ് സാറേ, ചന്ദ്രബോസേ, താൻ കാട് ഇരമ്പി വരുന്നത് കണ്ടിട്ടുണ്ടാവും, അതുപോലെ കടൽ ഇരമ്പി വരുന്നതും താൻ കണ്ടിട്ടുണ്ടാകും. എന്നാലേ ഈ വിഷ്ണുവും ശാലിനിയും ചേർന്നാലുണ്ടല്ലോ, അത് വെറും മാസല്ല, മരണമാസമായിരിക്കും. മനസ്സിലായോടോ എന്ന് ചന്ദ്രബോസിനോട് വീണ്ടും ഒരു താക്കീതെന്നോണം വിഷ്ണു അറിയിച്ചു. കേരള സർക്കാർ തന്ന ഈ കാക്കി യൂണിഫോം ഇട്ടുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കാളക്കുറ്റിനെ പോലെ പൂണ്ട് വിളയാടുമ്പോ ഇതുപോലൊരു ദിവസം വരുമെന്ന് താൻ ഓർത്തിരുന്നില്ല അല്ലെ എന്ന് വിഷ്ണു ചന്ദ്രബോസിനോട് ചോദിച്ചു. അന്ന് വിഷ്ണുവിനെ ലോക്കപ്പിലിട്ട് മർദ്ദിക്കാനായി സത്യാമ്മയുടെ മുന്നിൽ വെച്ച് അന്ന് ചന്ദ്രബോസ് കാണിച്ച അന്നത്തെ വൃത്തികേടുകളെല്ലാം ആ ഒറ്റ നിമിഷം കൊണ്ട് ചന്ദ്രബോസ് ഓർമ്മിക്കുന്നു. അങ്ങനെ വിഷ്ണു പറഞ്ഞു, അതെ, ഞാനും ശാലിനിയും ഒന്നിച്ചാൽ തന്നെ കൊണ്ട് താങ്ങത്തില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ഒരിക്കൽ കൂടി ചന്ദ്രബോസിന്റെ നെഞ്ചത്തിനിട്ട് ഒന്ന് തട്ടിയതിനു ശേഷം വിഷ്ണു സുസ്മിനെ നോക്കിയിട്ട് പറഞ്ഞു, എടി മേയറമേ, നിന്നോടും കൂടിയാ എന്ന് പറഞ്ഞ് വേഗം തന്റെ ജീപ്പിലേക്ക് കയറാനായി വിഷ്ണു പോകുന്നു. രാട കമല എന്ന് പറഞ്ഞ് വിഷ്ണുവിന് കമലിനെ കൂടി ജീപ്പിൽ കയറ്റി അവരവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോഴേക്കും ചന്ദ്രബോസും സുസ്മിതയും ആകെ നാണം കെട്ട് വിഷ്ണുവിന്റെ വാക്കുകൾക്ക് മറുപടി പറയാനാകാതെ വിഷമത്തോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശാലിനി സുസ്മിതയ്ക്കെതിരെ അടുത്ത നീക്കം നടത്തി കഴിഞ്ഞു. ഇവിടെ കോർപ്പറേഷൻ വാർഡുകളിൽ, അവിടെ കോർപ്പറേഷൻ പരിധിയിലുള്ള പൊതു സ്ഥലങ്ങളിലെല്ലാം, വഴിയോരങ്ങളിലെല്ലാം ആളുകൾ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുകയാണ്, അങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. അതുകൊണ്ട് ഇതിനെതിരെ, മാലിന്യ നിർമ്മാർജ്ജനത്തിനെതിരെ കൃത്യമായ നടപടി എടുക്കാത്തതിന്റെ പേരിൽ ഉടനെ തന്നെ ആക്ഷൻ ഉണ്ടായിരിക്കണം. അതിനു വേണ്ട കൃത്യമായ നിർദ്ദേശം നൽകണം. ഇനി ഇതുപോലെ മാലിന്യങ്ങൾ എവിടെയെങ്കിലും കുന്നുകൂടി കിടന്നാൽ അതിനെതിരെയുള്ള ആക്ഷൻ എടുക്കുമെന്നുള്ള താക്കീത് നൽകിയിരിക്കണം. ഉടനെ തന്നെ അതിനുള്ള പിഴയും അടയ്ക്കേണ്ടി വരുമെന്ന് സുസ്മിതയ്ക്ക് തക്കതായ ഒരു താക്കീത് നൽകാൻ ശാലിനി തീരുമാനിച്ചു. ഇതൊരു ലെറ്റർ അല്ല, ഇതൊരു ഓർഡർ ആക്കി തന്നെ വേണം കൊടുക്കാനെന്നും ശാലിനി അനുപല്ലവിയെ വിളിച്ച് അറിയിക്കുന്നു. ഈ സമയത്ത് അനുപല്ലവി അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിക്കുമ്പോൾ ശാലിനിയെ കാണുവാനായി
കളക്ടറേറ്റിലേക്ക് മറ്റൊരു പുതിയ അതിഥി വന്നിറങ്ങി. കാറിൽ നിന്ന് ഇറങ്ങിയ ആ പെൺകുട്ടി ഏകദേശം ശാലിനിയുടെ അതേ പ്രായം തോന്നുന്ന ആ പെൺകുട്ടി, സമപ്രായക്കാരി എന്നോണം തോന്നുന്ന ആ പെൺകുട്ടി വേഗം കളക്ടറേറ്റിലേക്ക് കടന്നു വന്നു. അനുപല്ലവി ഫ്രണ്ട് ഓഫീസിൽ തന്നെ ഇരിക്കുമ്പോ അവിടേക്ക് വന്ന ആ പെൺകുട്ടിയെ കണ്ട ഉടനെ അനുപല്ലവി ചാടി എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് മാഡം എന്ന് വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ്, കളക്ടർ ഇല്ലേ എന്ന് ചോദിച്ചതും ഉണ്ട് മാഡം എന്ന് അനുപല്ലവി മറുപടി നൽകി. അങ്ങനെ അനുപല്ലവി അതൊക്കെ പറഞ്ഞതും വേഗം തന്നെ കളക്ടറെ കാണുവാനായി ആ പെൺകുട്ടി അകത്തേക്ക് പോകുമ്പോ പിന്നാലെ അവിടേക്ക് വന്ന അവിടുത്തെ സ്റ്റാഫുകളിൽ ഒരാള് വേഗം അനുപല്ലവിയോട് ചോദിച്ചു, അല്ല അതാരാ പോയത്? അപ്പോഴേക്കും അനുപല്ലവി പറഞ്ഞു, അതെ അത് കൊല്ലം ജില്ലാ കളക്ടറാണ് എന്നറിയിച്ചു. അത് കേട്ടതും കൊല്ലത്തും പെണ്ണ എന്നായി അയാളുടെ ചോദ്യം. അത് കേട്ട ഉടനെ അനുപല്ലവി ചോദിച്ചു, എന്താ പെൺകുട്ടിയായാൽ എന്താ പ്രശ്നം, പെണ്ണ് ഭരിച്ചാൽ എന്താ കുഴപ്പം എന്ന് അനുപല്ലവി അന്വേഷിച്ചതും അയാൾ പറഞ്ഞു, അല്ല ഈ പെണ്ണുങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ, അവരെ കൊണ്ട് എന്ത് ചെയ്യാനാ, അവര് എത്ര ഭരിച്ചാലും അത് എത്രത്തോളം ആകുമെന്ന് നമുക്കറിഞ്ഞൂടെ എന്ന് അയാൾ ചോദിച്ചത് കേട്ട് അനുപല്ലവി പറഞ്ഞു, അല്ല സാർ ഈയിടെ വായിച്ചിരുന്നോ വാളയാർ ചെക്ക് പോസ്റ്റിനടുത്ത് രാത്രിയിൽ അവിടെ വന്ന സ്പിരിറ്റ് ലോറികൾ പിടികൂടിയ കളക്ടറെ കുറിച്ച് എന്ന് ചോദിച്ചതും വായിച്ചിരുന്നു എന്ന് അയാൾ വളരെ ആവേശത്തോടെ പറഞ്ഞു. എന്നാലേ ആ അന്ന് ആ വാളയാർ ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് പിടിച്ച ആ കളക്ടർ തന്നെയാ ഇപ്പോതാ ഇവിടുന്ന് അങ്ങോട്ട് പോയ ആ തേജസ്വിനി മാഡം. ആ മാഡം ഇപ്പോ പാലക്കാട് നിന്ന് ട്രാൻസ്ഫർ ആയി കൊല്ലത്തെ പുതിയ ജില്ലാ കളക്ടറായി ജോയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതും അയാൾ അതിശയത്തോടെ വാ തുറന്ന് അങ്ങനെ അന്തിച്ചു നോക്കുകയാണ് തേജസ്വിനി എന്ന ആ ജില്ലാ കളക്ടറെ. അപ്പോഴാണ് ക്യാബിനിലേക്ക് കയറി വന്ന തേജസ്വിനിയെ കണ്ട ശാലിനി വേഗം അരികിലേക്ക് വന്ന് തേജു എന്ന് വളരെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ശാലു എന്ന് വിളിച്ച് തേജസ്വിനിയും ശാലിനിയെ തന്റെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചു. അങ്ങനെ ആ രണ്ട് സുഹൃത്തുക്കളും പരസ്പരം സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് അവരുടെ സൗഹൃദം വീണ്ടും പുതുക്കിയതിന്റെ സന്തോഷത്തിൽ അവർ രണ്ടുപേരും മതിമറന്നങ്ങനെ നിന്നു. ഉടനെ തേജസ്വിനിയെ വേഗം ശാലിനിയോട് ചോദിച്ചു, ശാലു നീ ഒടുവിൽ ഇവിടെ വന്നു അല്ലേ എന്ന് ചോദിച്ചതും അതെ തേജു എന്ന് ശാലിനി മറുപടി നൽകി. എന്നിട്ട് വിഷ്ണു അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച തേജസ്വിനിയുടെ ചോദ്യത്തിന് ശാലിനി വിഷമത്തോടെ പറഞ്ഞു, ഇല്ല ഇതുവരെയും അറിയിച്ചിട്ടില്ല. അന്നത്തെ പ്രശ്നങ്ങളാണോ എന്ന് ചോദിച്ചതും അതെ ഇതുവരെയായിട്ടും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്, ഒന്നും കെട്ടടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ കാരണം എന്ന് തേജസ്വിനി ചോദിച്ചതും ശാലിനി പറഞ്ഞു, ഞാനന്ന് പറഞ്ഞിരുന്നല്ലോ ചില നെഗറ്റീവ് ഫാക്ടേഴ്സിനെ കുറിച്ച് എന്ന് പറഞ്ഞു. മനസ്സിലായി, ആ സുസ്മിതയും ടീമും അല്ലേ എന്ന് തേജസ്വിനി ചോദിച്ചപ്പോ അതെ എന്ന് ശാലിനി സമ്മതിച്ചു. അല്ല എന്താ ഇപ്പോ ആളുടെ റോൾ എന്താണ് എന്ന് ചോദിച്ചപ്പോ സ്ഥലം മേയറാണ് എന്ന് ശാലിനി മറുപടി പറഞ്ഞു. ഓഹോ, അപ്പോ സീൻ അല്പം ഡാർക്ക് ആയിരുന്നല്ലോ അല്ലെ എന്ന് തേജസ്വിനി അന്വേഷിച്ചതും ശാലിനി പറഞ്ഞു, അതായതുകൊണ്ടാണ് ഞാൻ വേഗം ഇവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകുന്നത്. അല്ല എന്തായി നമ്മുടെ കാര്യം, വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയോ എന്ന് ചോദിച്ചതും തേജസ്വിനി പറഞ്ഞു, ഇല്ല അത്രത്തോളം ആയില്ല, അതിനൊരു തീരുമാനമാക്കാനാ ഞാനിപ്പോ ഇവിടേക്ക് വന്നത് എന്ന് തേജസ്വിനി പറഞ്ഞു. അല്ല അതിലിത്ര ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ ചെറുപ്പകാലം മുതൽ അറിയാവുന്ന പ്രണയിച്ചവർ, ബന്ധുക്കൾ, പിന്നെ എന്തിനാ ഇത്ര താമസം, രണ്ടുപേരും ഒന്നിക്കുന്നതിന് വീട്ടുകാർക്കും യാതൊരു എതിർപ്പുമില്ല, പിന്നെ എന്താ പ്രശ്നം, ഇങ്ങനെ വൈകുന്നതിന്റെ കാരണം എന്താ എന്ന് ചോദിച്ചതും തേജസ്വിനി പറഞ്ഞു, അത് അറിയില്ല, ഉടനെ തന്നെ ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാ ഇവിടേക്ക് ഇപ്പൊ ട്രാൻസ്ഫർ വാങ്ങിച്ചത്, പിന്നെ കുടുംബവും ഇവിടെ തന്നെയാണല്ലോ, അതുകൊണ്ട് തറവാട്ട് വീട്ടിലേക്ക് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു, എന്താ ഇപ്പോഴത്തെ നിലവിലുള്ള പ്രശ്നം, നീ ഇരിക്കെ എന്ന് പറഞ്ഞ് തേജസ്വിനിയോട് അവിടെ ഇരിക്കാനായി അറിയിച്ചു. തേജസ്വിനി ആ ചെയറിൽ ഇരുന്നതും തേജസ്വിനി ശാലിനിയോട് പറഞ്ഞു, നിനക്കറിയാവല്ലോ കുറച്ചു നാളായിട്ട് ഇന്ദ്രന് വല്ലാത്തൊരു അകൽച്ച, എന്താ കാര്യം എന്നറിയില്ല എന്ന് പറഞ്ഞത് ശാലിനി ചോദിച്ചു. അകൽച്ചയോ, അത് കുറച്ച് നാളായി മാറി നിൽക്കുന്നത് കൊണ്ട് നിനക്ക് തോന്നുന്നതായിരിക്കും എന്ന് പറഞ്ഞതും എന്തോ അറിയില്ല, എന്തായാലും അതിന് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം, അതിനാ ഞാൻ വന്നത് എന്ന് തേജസ്വിനി അറിയിച്ചു. അപ്പോ നിനക്കെന്താ കുടിക്കാൻ വേണ്ടത് എന്ന് ശാലിനി ചോദിച്ചു. എനിക്കിപ്പോ ഒന്നും വേണ്ട, നിനക്കറിയാവല്ലോ ഞാൻ കൊല്ലത്ത് നിന്ന് നേരെ തറവാട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയാ, അവിടെ എല്ലാരും എന്നെ കാത്തിരിക്കുക എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, ഇനി ആരൊക്കെ കാത്തിരുന്നാലും ശരി, ഇന്ദ്രനല്ല ഇനി ചന്ദ്രൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞാലും എന്റെ കൂട്ടുകാരിയെ ഞാൻ അല്പനേരം കഴിഞ്ഞിട്ടേ ഇനി വിടുന്നുള്ളൂ എന്ന് പറഞ്ഞത് ശരി നിന്റെ ഇഷ്ടം പോലെ എന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തേജസ്വിനി ശരി സമ്മതിച്ചു പോരെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശാലിനി വേഗം തന്നെ അനുപല്ലവിയുടെ ഫോണിലേക്ക് ഇന്റർകോമിൽ വിളിച്ച് ശാലിനി തേജസ്വിനിക്ക് ജ്യൂസ് ഓർഡർ ചെയ്യുന്നു. അപ്പോഴാണ് സത്യഭാമ ഫോണിൽ വിളിച്ച് ഓർമ്മയുണ്ട്, നമുക്ക് അത് അങ്ങ് ഗ്രാൻഡായി ആഘോഷിച്ച് കളയാം, അത് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാടാ, അല്ല നമ്മള് ഈ
ജൂലൈ 19-നാണല്ലോ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഹോട്ടൽ 6 വർഷങ്ങൾക്ക് മുമ്പ് വിഷ്ണുലോകം ഹോട്ടൽ നമ്മൾ ഇനാഗുറേഷൻ നടത്തിയത്. അന്ന് ഉദ്ഘാടനം ചെയ്തത് എന്നാണ് എന്റെ വിശ്വാസം, എന്റെ ഓർമ്മയും. അതുകൊണ്ട് നമുക്ക് ഇത്തവണത്തത് ഗ്രാൻഡായി നടത്തി കളയാം എന്ന് സത്യഭാമ പറയുന്നു. അങ്ങനെ ഫോണിൽ വിളിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു വേഗം റെഡിയായി താഴേക്ക് എത്തി. അപ്പോഴാണ് പൊന്നി ചായയുമായി അവിടേക്ക് വന്നത്. വിഷ്ണുവിന് നേരെ ചായ നീട്ടിയതും വിഷ്ണു വേണ്ടെന്ന് പറഞ്ഞു. ഉടനെ പൊന്നി ആ ചായയുമായി അവിടെ നിൽക്കുന്നത് കണ്ട് രാഘവൻ നായർ പറഞ്ഞു, പൊന്നി നീ ആ ചായ ആ ട്രേ ആ ടേബിളിലേക്ക് വെച്ചു പൊന്നി എന്നറിയിച്ചു. ഉടനെ ടേബിളിന്റെ മുകളിലേക്ക് ആ ട്രേയോടെ വെച്ചിട്ട് പൊന്നി അവിടെ നിന്ന് അകത്തേക്ക് പോയി. അപ്പോഴേക്കും വിഷ്ണു വളരെ പ്രതീക്ഷയോടെ സത്യമ്മ ഫോണിൽ സംസാരിച്ച് തീരുന്നതിനായി കാത്തുനിന്നു. ഈ സമയത്ത് ശ്യാമയും പാറുക്കുട്ടിയും കൂടി താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു. പപ്പിമോളും കൂടി താഴേക്ക് ഇറങ്ങി വന്നു. ഉടനെ വിഷ്ണു സത്യമ്മയോട് പറഞ്ഞു, അമ്മേ ശരി വാ നമുക്ക് പോകാം എന്ന് വിഷ്ണു ചോദിച്ചത് കേട്ട് സത്യഭാമ ചോദിച്ചു, എവിടേക്കാ വിഷ്ണു? ഉടനെ വിഷ്ണു പറഞ്ഞു, അല്ല അമ്മയല്ലേ പറഞ്ഞത് കളക്ടർ ഓഫീസിലേക്ക് പോകണമെന്നും കളക്ടറെ നേരിൽ കാണണമെന്നും എന്ന് വിഷ്ണു സത്യഭാമയോട് ചോദിക്കുമ്പോ മുകളിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരുന്ന ശ്യാമ ആ വാക്കുകൾ കേട്ട് ഞെട്ടി. ദൈവമേ, കളക്ടറേറ്റിലേക്കോ എന്ന് ഞെട്ടലോടെ ശ്യാമ ആലോചിച്ചു നിൽക്കുമ്പോ വിഷ്ണു പറഞ്ഞത് കേട്ട് താൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നതാണല്ലോ എന്ന് സത്യഭാമയും ചിന്തിക്കുന്നു.